രോഗഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ള അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തത് ഒക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. ഒരു ഭൂതഗ്രസ്തൻ, അവന്റെ ഉറക്കം കല്ലറകളിലാണ്. ശരീരമെല്ലാം കല്ലുകൊണ്ട് തല്ലി ചതയ്ക്കുന്ന മനുഷ്യൻ, വസ്ത്രം ധരിക്കത്തില്ല, കൂക്കിലിട്ടുകൊണ്ട് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ജനത്തിന്റെ പേടി സ്വപ്നമാണ്. ഈ മനുഷ്യൻ ഇപ്പോൾ സൗഖ്യമായി. യേശുവിന്റെ പുറകെ അനുഗമിപ്പാനായിട്ട് ഇവൻ ആവശ്യപ്പെട്ടു. യേശു പറഞ്ഞത്, സൗഖ്യമായല്ലോ, നീ പോയി നിന്റെ പട്ടണത്തിൽ ഒരു നല്ല ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്ക എന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞത്, നീ പോ, ദൈവം നിനക്ക് ചെയ്തത് ഒക്കെയും നിന്റെ വീട്ടുകാരോട് നിന്റെ സ്വജനത്തോടും അറിയിക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വിടുതൽ, ഈ സമാധാനം, ഈ ദിവ്യ സന്തോഷം അനുഭവിച്ച നമുക്കൊരു ഉദ്യോഗമുണ്ട്. ആ ഉദ്യോഗം, ഈ അനുഭവത്തെ മറ്റു മക്കളോട് പറഞ്ഞ് അവരെയും ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് വന്നിരിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത്, രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ചിന്തിക്കും എല്ലാമായി, ഇനി കർത്താവ് വന്നവനും പോയാൽ മതി, ഒരു വർക്കും ചെയ്യത്തില്ല. ഇതെല്ലാം മടിയന്മാരുടെ വേലയാണ്. സ്തോത്രം. നമുക്ക് ലോകത്തിൽ ഓർക്കുണ്ടാവും. ഓർക്ക് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ വിളിച്ചവന്റെ പുണ്യങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ലഗ്യോൻ എന്ത് ചെയ്തു? അടുത്ത് വായിക്കാം. അവൻ പോയി യേശു തനിക്ക് ചെയ്തത് ഒക്കെയും ലെക്കപ്പുലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഇവന് മറ്റൊരു യോഗ്യതകളുമില്ല. അവൻ ഒന്നുണ്ട്, അവനൊരു സാക്ഷ്യം പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു മദ്യപാനായിരുന്നു കാണും, കടഭാരത്താൽ കഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കും, പല പാപ സ്വഭാവങ്ങൾക്ക് അടിയപ്പെട്ട വ്യക്തിയായിരിക്കും. അതിൽ നിന്ന് വിടുവിച്ച യേശുവിനെ കുറിച്ച് പറയുവാനൊരു ശക്തിയുണ്ട്. ആ സന്ദേശത്തിനും ശക്തിയുണ്ട്. ഇന്ന് പാപഭാരത്തിൽ കഴിയുന്ന ആളുകൾ കേൾക്കേണ്ട ദൂത്, ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന രീതിയല്ല, ഏതൊരവസ്ഥയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിച്ചു എന്ന് അവർ കേൾക്കണം. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതേ പട്ടണത്തിൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ യേശു വീണ്ടും പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? 6-ാം അധ്യായം നമുക്കെടുക്കാം. 6-ാം അധ്യായം അതിന്റെ 53 മുതൽ ഉള്ള വചനം. അവർ അക്കരെ എത്തി ഗന്നേസരത്ത് ദേശത്ത് അണഞ്ഞു. അവർ പടകിൽ നിന്നും ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. എങ്ങനെ ജനങ്ങൾ അവനെ അറിഞ്ഞു? കാരണം ഈ വട്ടൻ നാടെല്ലാം ഓടിത്തിരിഞ്ഞ് അവന് സുഖം കൊടുത്ത് യേശുവിനെ കുറിച്ച് അവനങ്ങും പുകഴ്ത്തി പറയുകയായിരുന്നു. തിരിച്ച് യേശു ഇതേ ദേശത്തിൽ ബോട്ടിൽ വന്ന് അണഞ്ഞ ഉടനെ ഈ ലഗ്യോൻ പറയുന്ന മനുഷ്യൻ ഇവനായിരിക്കും ആൾക്കാർക്കെല്ലാം മനസ്സിലായി. അടുത്ത് അവരെല്ലാം സംഭവിച്ചു. ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവൻ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. ഒരു വലിയ ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും യാതൊരു പണപിൻബലവും ഇല്ലാതിരുന്ന ഈ സുബോധം പോലും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കൊണ്ട് ഒരു പട്ടണത്തെ കീഴ്മേൽമറിക്കുന്ന നിലയിൽ ഒരു ഉയർന്ന ശുശ്രൂഷ ചെയ്യുവാൻ യേശുവിന് ഒരു വഴിയെ ഒരുക്കിയെങ്കിൽ അതിനേക്കാൾ ഉപരിയായി എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ നല്ലവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. മോശമായ ആളുകളാണ് ജയിലിൽ കിടക്കുന്നുവെന്ന്. നമ്മെക്കാളും നല്ല ആളുകൾ ഒരുപക്ഷെ ജയിലിൽ കിടക്കാം ഇപ്പോൾ. കാരണം നമ്മുടെ തെറ്റ് കണ്ടുപിടിച്ചില്ല. അവിടെ തെറ്റ് കണ്ടുപിടിച്ചു. അവരെയും നമ്മയും ഒന്നുപോലെ സ്നേഹിക്കുന്ന ദൈവം പറയുന്നു, ആരുടെ ലംഘനത്തെയും ക്ഷമിപ്പാൻ യേശുവിന് ശക്തിയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ നിർമ്മല സുവിശേഷം എന്റെ കാതുകളിൽ കേട്ടു. എന്റെ 14-ാമത്തെ വയസ്സ് യേശുവിന്റെ ഹൃദയത്തെ കൊടുക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ആ ഭാഗ്യത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സമയത്തിൽ ദൈവം എന്റെ ഹൃദയത്തിൽ വിട്ട ഒരു വിത്ത് എന്ന് പറയുന്നത്, ഇത് സത്യമാണ്, എന്റെ സർവ്വസ്വം ഇതിനുള്ളിൽ ചെലവ് ചെയ്യണം, ആരെയെല്ലാം കണ്ടാലും അവരോട് ഇത് പറയണം,
ആ ഒരു ധൈര്യം ദൈവം നൽകി. അതിനായി ആ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ മനസ്സിന്റെ ആഗ്രഹം കഷ്ടപ്പെടാതെ സുവിശേഷം വരെ ചെയ്യണം. അതിന് വല്ല വഴിയുണ്ടോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. അതുകൊണ്ട് 1966 പല വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോയി. ഇന്ന് ചെറിയ വണ്ടികളുണ്ട്, അന്ന് വലിയ വണ്ടികളാണ്. ചവർലെറ്റ്, ഫോർഡ് പോലുള്ള വലിയ വണ്ടികൾ. ചവർലെറ്റ് വണ്ടികളാണ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരം സിറ്റിയിൽ. എന്റെ കാല് ബ്രേക്കിലും ആക്സിലേറ്ററിൽ എത്തത്തില്ല. അതുകൊണ്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ 2 തലയുടെ പുറത്തിട്ട് തള്ളി ഇരുത്തി വല്ല വിധേന ബ്രേക്കിലും ആക്സിലേറ്ററിലും കാലെത്തി ഡ്രൈവിംഗ് പഠിച്ചു, പാസ്സായി. ലക്ഷ്യം ഒരു അശോക് ലൈലൻഡ് ലോറി ഒരു അംബാസഡർ കാർ മേടിക്കണം. അന്ന് ലാൻഡ് മാസ്റ്റർ മാറിയ അംബാസഡർ 1 ഇറങ്ങിയ സമയമാണ്. 16,000 രൂപ ഉണ്ടെങ്കിൽ ഒരു പുതിയ കാർ വാങ്ങണം. അന്ന് ആ കാർ നല്ലവണ്ണം ടാക്സി ഓടിച്ച് കാശുണ്ടാക്കി ഒരു അശോക് ലൈലൻഡ് ലോറി മേടിക്കണം. ഇതെല്ലാം പ്ലാൻ ഇട്ടു. ഒരു പ്രയർ മീറ്റിംഗ് ഇരുന്നപ്പോൾ ഒരു പ്രായമുള്ള അമ്മച്ചിയിൽ കൂടെ ദൈവത്തിന്റെ ആലോചന ഉണ്ടായി. പൗലോസേ, നിന്റെ ഭാവിയെക്കുറിച്ച് പലതും നീ ചിന്തിക്കുന്നു, എന്നാൽ സർവശക്തനായ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ അവന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എപ്പോ വിളിക്കുമോ അപ്പോൾ ഇറങ്ങുന്നതാണ് ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം വിളിച്ചു എന്ന് വരാം, ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു എന്ന് വരാം. യോഹന്നാനെയും യാക്കോബിനെയും മത്സ്യബന്ധനത്തിലിരുന്നപ്പോൾ വിളിച്ചു. ചുമ്മാ ഇരുന്ന് ആരെയും ദൈവം വിളിച്ചില്ല. സ്വത്രം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നവരെ ഉത്സാഹികളെ ആയിരുന്നു, മടിയന്മാരെ അല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രോബ്ലം. ഞങ്ങളുടെ കുടുംബത്തിൽ 5 പിള്ളേരാണ്. ഞങ്ങളുടെ ഭൂസ്വത്തുകളെ അപഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അപ്പന്റെ അനുജന്മാർ ക്ഷുദ്രപ്രയോഗം ചെയ്തു. മന്ത്രവാദം കുടുംബത്തെ മൊത്തമായി അഴിക്കുന്നതിന് വേണ്ടി. മൂത്ത പൈതൽ 12 വയസ്സ് പെട്ടെന്ന് ഏതോ ഒരു അസുഖം ഉണ്ടായി മരിച്ചു. പള്ളിയിൽ മണിയടിച്ചു. എല്ലാവരോട് ചേർന്ന് ആ കുഞ്ഞിനെ അടക്കം ചെയ്തു. ദുഃഖത്തോടെ കണ്ണുനീരോടെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച, അടുത്ത പൈതൽ 8 വയസ്സ് മരിച്ചു കിടക്കുകയാണ് അന്ന് തന്നെ. അതിനെയും കൊണ്ടുപോയി അടക്കം ചെയ്തു. കുറച്ചു കഴിഞ്ഞ 3ാമത്തെ പൈതൽ 6 വയസ്സ്, അതും മരിച്ചു. 4ാമതിന്റെ ജ്യേഷ്ഠൻ, 5ാമത് ഞാൻ എന്റെ പിതാവിനെ പോലെയാണ്. പിതാവിനോട് ഞാൻ അഭിലാഷത്ത് പറഞ്ഞു. പിതാവ് പറഞ്ഞു, എടാ മകനെ, ഇത് നല്ല കാര്യമാണ്, പക്ഷെ ഒരു കാര്യം ചെയ്യും, നീ എന്റെ ഇളയ മകൻ. എന്റെ അന്തിമ അഭിലാഷം, ഞാൻ മരിക്കുമ്പോ നിന്റെ കൈ കൊണ്ട് വെള്ളം വാങ്ങി കുടിച്ചിട്ട് നീ മരിക്കണം. അതിനുശേഷം നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവാ എന്ന് പറഞ്ഞു. പോകണ്ടെന്ന് പറഞ്ഞില്ല. അത് നല്ലൊരു കാര്യം. ഇനി അപ്പൻ എന്ന് മരിച്ചിട്ട് പോകാമെന്നിരുന്നാൽ എന്ന് നടക്കും? ഒരുപക്ഷെ അപ്പന് മുമ്പ് ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യും? അടുത്ത മറ്റൊരു ചോദ്യം, അപ്പന്റെ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങിയാൽ ഞാൻ ജനിച്ചു വളർന്ന വീടിന് ഒരു നാളും എനിക്ക് വേണ്ടി തുറക്കത്തില്ല. മറ്റൊന്ന്, എനിക്ക് വേണ്ട സ്വത്തോ ഭൂമിയോ നിലങ്ങളോ പറമ്പോ ഒന്നും, ഒരു കാൽ വയ്ക്കാനുള്ള ഒരു സെന്റ് ഭൂമി എന്റെ പിതാവ് എനിക്ക് വേണ്ടി തരത്തില്ല. എല്ലാം എന്റെ ജ്യേഷ്ഠന് കൊടുക്കും. ആ ചെറിയ മനസ്സിൽ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ പിറന്നു വളർന്ന വീട് എന്നേക്കുമായി പൂട്ടിയാലും എന്റെ ഭൂസ്വത്തിൽ ഒരു സെന്റ് നിലം തരുന്നില്ലെങ്കിലും ദൈവത്തിന് വേലയ്ക്ക് പോകാൻ ദൈവം വിളിച്ച വിളിയെ അനുസരിക്കാം, വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം. ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളു. മമ്മിയോട് പറഞ്ഞു, അമ്മ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. അമ്മ പറഞ്ഞു, നീ അപ്പനോട് പറഞ്ഞിട്ടേ പോകാവൂ, വലിയ ബഹളം അപ്പനുണ്ടാക്കും. എനിക്ക് എന്ത് ചെയ്യാം? അപ്പനോട് പറഞ്ഞാൽ അപ്പൻ തല്ലുമെന്ന് എനിക്കറിയാം. ഏതായാലും അമ്മയോട് പറഞ്ഞു നിൽക്കേ. ബസിന്റെ സൗണ്ട് കേട്ടു. എന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. പെട്ടിയുമായിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. കൈ കാണിച്ചു. ബസ് നിർത്തി. ബസ്സിന്റെ നിർത്തി പെട്ടിയെടുത്ത് പടിയിൽ വെച്ച് അകത്ത് കയറി. ആ പടിയിൽ കൂടെ ആരോ കയറുന്ന പോലെ തോന്നി. തിരിഞ്ഞു നോക്കി, എന്റെ പപ്പ കൂടെ കയറുകയാണ്. ഷർട്ട് കെട്ടില്ല, വെറും ഒരു കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയോ തെങ്ങിന്റെയോ ചേമ്പോ ചേനയ്ക്ക് എന്തോ വളരുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഞാൻ ചോദിച്ചു, പപ്പ എവിടെ പോവാ? പപ്പ പറഞ്ഞു, നീ എവിടെ പോകുന്നോ അവിടെ ഞാൻ വരികയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വടക്കേലേക്ക് പോകുന്നു. പപ്പ പറഞ്ഞു, അതിനെന്ത്, ഞാൻ ചേർന്ന് വരാം, നമുക്ക് ചേർന്ന് പോകാം. ബസ്സിനകത്ത് കയറി. കണ്ടക്ടർ ഡബിൾ ബെല്ല് കൊടുത്തു. വണ്ടി വിട്ടു. ഞാൻ രണ്ടുപേരും ബസ്സിനെ തൂങ്ങി നിൽക്കുകയാണ്. ഇരിക്കാൻ സ്ഥലമില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? രണ്ടുപേർക്ക് പോലെ ടിക്കറ്റ് ഇല്ല. പപ്പ എങ്ങനെ കൊണ്ടുപോകും? പ്രശ്നം വലുതായി. എന്നെ അറിയുന്ന ആൾക്കാർ പലരും അതിന് തീർപ്പുണ്ട്. ലജ്ജ. അടുത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ പപ്പയുടെ അനുവാദം കൂടെ പോയതുകൊണ്ട് അടിച്ചെന്റെ തോൽ ഉരിക്കും. എനിക്കറിയാം. ഞാൻ തീരുമാനമെടുത്തു, ഫ്രണ്ടിൽ പോകാം. കണ്ടക്ടർ ഫ്രണ്ടിലായിരുന്നു, ഡ്രൈവറുടെ അടുക്ക്. ഒരു ടിക്കറ്റ് എടുക്കാം, ബാക്കി കാര്യം കണ്ടക്ടർ നോക്കിക്കോളും. നേരെ പെട്ടിയുമായി ഫ്രണ്ടിൽ പോയി. പപ്പ പ്രവാസത്തെ പിടിച്ച് നിൽക്കുകയായിരുന്നു. ഒരു ടിക്കറ്റ് എടുത്തു.
എൻ്റെ ഗ്രാമത്തിൽ നിന്നും തിരുവനന്തപുരത്ത് പോകുന്നതിന് വേണ്ടി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടക്ടർ പുറഭാഗത്ത് വന്നു. എൻ്റെ പപ്പയോട് ചോദിച്ചു, പോറ്റി എവിടെ പോകണം? പപ്പ പറഞ്ഞു, എനിക്കറിയത്തില്ല, മോൻ അറിയാം. അവൻ പുറകിൽ നിൽക്കുക. അപ്പൊ അതൊക്കെ പറഞ്ഞെങ്കിൽ എന്ത് വേണം? ഞാൻ കേൾക്കത്തക്ക വേണം. നന്നാ കേൾക്കുന്നുണ്ട്, എന്നാൽ കാതിനെ അടച്ചു. സ്വോത്രം. ഞാൻ ടിക്കറ്റ് എടുക്കത്തില്ലെന്ന് കണ്ടക്ടർക്ക് മനസ്സിലായി. ഉടനെ കണ്ടക്ടർ പപ്പയോട് പറഞ്ഞു, ദയവ് ചെയ്ത് ടിക്കറ്റ് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ പോറ്റി ഇറങ്ങണം. പപ്പ പറഞ്ഞു, ഞാൻ ഇറങ്ങത്തില്ല, മോൻ ടിക്കറ്റ് എടുക്കും, അവൻ നോക്കിക്കൊള്ളും. ഈ കൺവെർസേഷൻ കൂടി വരവേ കണ്ടക്ടർ ബെല്ലടിച്ചു. ബസ് നട റോട്ടിൽ ചവിട്ടി നിർത്തി. ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. മുകളിലെ കമ്പിയിൽ പിടിച്ചു നിന്ന പപ്പയുടെ ഓരോ വിരലുകളെയായി തുറന്ന് പിറകു ഭാഗത്തെ ഡോറിൽ കൂടെ പപ്പയെ തള്ളി പുറത്തിട്ടു. ഡബിൾ ബെല്ല് കൊടുത്തു. എന്റെ മുഖത്തെ കടശിയാൽ ലാസ്റ്റിൽ ഒരു നോക്കാൻ ആ റോഡിൽ വിടുന്ന പപ്പ നോക്കുന്ന നോക്ക് കണ്ടുകൊണ്ട് ഈ സുവിശേഷത്തിന് പോകാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. എന്റെ ആഗ്രഹം നേരെ വടക്കേന്ത്യക്ക് കടന്നു പോകണം. ഇനി എന്റെ പിതാവിനെ കാണുമോ അറിയത്തില്ല. ഈ സുവിശേഷം സത്യമാണ്. പ്രൈസലോ പ്രൈസലോ. നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുന്ന സുവിശേഷം. ഓരോ വിശ്വാസിയും ആത്മാക്കളെ ആദായപ്പെടുത്തിക്കൊണ്ടിരുന്നാലേ നമ്മുടെ ദേശം യേശുവിനെ അറിയുകയുള്ളൂ. മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങളെ ഏത് നിലയിൽ നിന്നും രക്ഷിച്ചു എന്ന അനുഭവത്തെ മാത്രം പങ്കിട്ടാൽ മതി. അതിൽ ശക്തിയുണ്ട്. പ്രൈസലോ. ഒരിക്കൽ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത് പട്ടണത്തിലിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ആത്മാക്കളുണ്ട്. നീ മൗനമായിരിക്കാതെ നീ സംസാരിക്കുക. ആരും നിന്നെ കൈയിട്ട് ദോഷപ്പെടുത്തുകയില്ല. നമ്മെ മൗനമാക്കി വയ്ക്കുന്നത് ഒന്നുകിൽ പേടിയായിരിക്കും, അല്ലെങ്കിൽ ലജ്ജയായിരിക്കും. നമുക്ക് പറയുന്നത് ആത്മാവ് വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സമൂഹത്തിന്റെയും ആത്മാവിനെയാണ്. പ്രൈസലോ. ആമേൻ. നേരെ ബാംഗ്ലൂരിലേക്ക് യാത്രയായി. ബാംഗ്ലൂരിൽ ഇതിലൂടെ യാത്ര ചെയ്യാൻ ഒരു ബ്രദർ ഉണ്ടായി. ഒരു സ്റ്റീഫൻ എന്നാണ്, നല്ല പേരാണ്. മലയാളത്തിൽ സ്റ്റേഫാനോസ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു മനുഷ്യൻ. സമാധാനമില്ല, ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി കഴുത്തിൽ കയറിട്ട സമയത്ത് യേശു തന്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് സമാധാനം നൽകി, അതിന് വിടുവിച്ചു, തന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അവനും ഞാനും ഒരുമിച്ച് പലയിടത്ത് യാത്ര ചെയ്യാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഇപ്പോൾ യാത്ര ചെയ്ത് കടന്നുപോയ സ്ഥലം ബാംഗ്ലൂർ എന്ന പട്ടണത്താണ്. ഞങ്ങളവിടെ ഒരു കോക്സ് ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ആരംഭിച്ചു. അന്ന് ഉപയോഗിക്കുന്ന ഹാൻഡ് മൈക്ക് ഇതുപോലത്തതല്ല, ഓട്ടോമാറ്റിക് വോളിയം കൺട്രോൾ ഹാൻഡ് മൈക്കാണ്. അതിന് ബാറ്ററിയുടെയോ കറണ്ടിന്റെ ആവശ്യമില്ല. ആൾ കൂടുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് വോളിയം കൂടും, ആൾ കുറയുമ്പോൾ വോളിയം കുറയും. കൊണ്ടുപോകാൻ വളരെ എളുപ്പം. അത് ഞങ്ങളുടെ തൊണ്ടയാണ്, മറ്റൊന്നും വേണ്ട. സ്വോത്രം. 10-15 പേരുള്ളപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ആൾ കൂടുന്തോറും വോളിയം കൂട്ടാം, ലഗേജ് അടിക്കത്തില്ല. ഇതിന്റെ പേരാണ് നോ ക്ലാസ്. നമ്മുടെ പ്രവർത്തനമെല്ലാം നോ ക്ലാസ്സിൽ ആരംഭിച്ചാൽ ദൈവം നമ്മെ എ ക്ലാസ്സിൽ കൊണ്ടുപോകും. നമ്മുടെ എല്ലാം ചിന്ത നമുക്ക് എ ക്ലാസ്സിൽ ആരംഭിക്കണം. അതിനുവേണ്ടി കാത്തിരുന്നതിന്റെ ആയുസ് നടക്കത്തില്ല. എന്തുണ്ടോ അത് വെച്ച് ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. നടക്കാൻ കാലുണ്ടോ, ഈ കാല് വെച്ച് 10, 20, 30 മൈൽ നടന്ന് വേല ചെയ്യണം. നിങ്ങൾ സൈക്കിൾ തരും, ആ സൈക്കിളിൽ തുടച്ച് എണ്ണയിട്ട് നീറ്റായിട്ട് വയ്ക്കണം, പഞ്ചറൊക്കെ ഒട്ടിച്ചു. സ്വോത്രം. പിന്നെ ദൈവം TVS തരും. സ്വോത്രം. അവിടെ തന്നെ ദൈവം കാർ തരും. ദൈവം അവിടെ തന്നെ പ്ലെയിനിലും കൊണ്ടുപോകും. സ്വോത്രം. വേലയ്ക്ക് വന്ന ഉടനെ എനിക്ക് കിട്ടണം, ഇതൊന്നും കിട്ടത്തില്ല. സ്വോത്രം. എല്ലാം കിട്ടും, ഗ്രാജുവലായിട്ട് കിട്ടും. സ്വോത്രം. ആദ്യം അടി കിട്ടും, പിന്നെ ഇടി കിട്ടും, പിന്നെ എല്ലാം ചേർന്ന് കിട്ടും. സ്വോത്രം. നമുക്ക് അത് വേണ്ട, ഇത് വേണം. ഈ പരിപ്പ് വേഗത്തില്ല. സ്വോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രസംഗം തുടങ്ങി, ആളുകൾ കൂടാൻ തുടങ്ങി, വോളിയം കൂട്ടാൻ തുടങ്ങി. സ്വോത്രം. ആമേൻ. സ്വോത്രം. ഒരു കൂട്ടം ചെറുപ്പക്കാർ, അന്ന് ജനസംഖ്യ ഉള്ള കാലമാണ്, 66-ലോ 67-ലോ ചിന്തിക്കുന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാർ, കോളേജ് സ്റ്റുഡൻസ് മുഷ്ടി ചുരുട്ടി എന്തോ പറഞ്ഞുകൊണ്ടൊന്ന് കർണാടക ഭാഷയിൽ. അത് കർണാടക സ്റ്റേറ്റാണ്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാകാത്തത് ഏറ്റവും നന്നായി, കാരണം പറഞ്ഞതെല്ലാം മുട്ടത്തെറിയായിരുന്നു. ഞങ്ങൾ നിർത്തിയില്ല, കാരണം മനസ്സിലാകുന്നില്ലല്ലോ. ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അടുത്ത് വന്നു, അടി ആരംഭിച്ചു. അത് നന്നാ മനസ്സിലായി. സ്വോത്രം.
കൊല്ലാനുള്ളതായിരുന്നു ശ്രമം. കണ്ട നല്ല ആളുകൾ, ലോക്കൽ ആളുകൾ പോലീസിന് ഉടനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്നു, അറസ്റ്റ് വരിച്ചു. ഇതിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ ശകലം പ്രശ്നം. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. സംശയം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. സ്വന്തം ആമേൻ. ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് മെജസ്റ്റിക് ഏരിയ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് 3-4 കിലോമീറ്റർ നടത്തി കൊണ്ടുപോവുകയാണ്. പോലീസിന് ലാത്തിയുണ്ട്. ഈ ചെറുപ്പക്കാർ കൂടെ വരികയാണ്. ഇത് ഇട്ടിട്ട് പോണ്ടേ? ഞങ്ങൾ ഓർത്തു, കേട്ടാ ഒരു 5000 രൂപ മുടക്കിയാൽ ഇത്രയും ക്രൗഡിനെ ആളുകൾ കിട്ടത്തില്ല. ഓഫീസ് ടൈം പോയിക്കൊണ്ടിരുന്ന ആളുകൾ സൈക്കിൾ അവിടെ വെച്ചു. അന്ന് വലിയ വലിയ മോട്ടോർ ബൈക്ക്, രാജദൂത്, പിന്നെ ലൂണ ഇങ്ങനെയുള്ള വണ്ടികളാണ് വെച്ചിട്ട് ഇവർ എന്ത് കുറ്റം ചെയ്തു, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ഓർത്തു, ഒരു 5000 രൂപ മുടക്കിയാൽ, ഒരു യോഗം വെച്ചാൽ അതിൽ വരുന്നതും പകുതിയിലധികം വിശ്വാസികളാണ്. അവിശ്വാസി കിട്ടാനേ വലിയ പ്രയാസം. ഇത് മൊത്തം അവിശ്വാസികളാണ്. ഈ ചാൻസ് വിടണ്ട. ഒരു പാട്ട് പാടി ആരംഭിക്കാം, പിന്നീട് പ്രസംഗിക്കാം. സ്വത്രം. ഇപ്പൊ പോലീസ് ഉള്ളതുകൊണ്ട് അടിക്കാൻ നോക്കത്തില്ല. ശിവൻ പറഞ്ഞു പാട്ട് തുടങ്ങാം. സ്വത്രം. പാട്ട് പാടാൻ തുടങ്ങി. സ്വത്രം. ഒരു ഹിന്ദി പാട്ടാണ് പാടിയത്. ആ പാട്ട് പ്രകാരമാണ്. ये खून की नादी जारी है यीशु की सूली से, और जो कोई उसमें नहाएगा जरूर सब होएगा. मैं जानता हूँ, मैं मानता हूँ, यीशु मेरे लिए सालिब पर हुआ था बलिदान बचाने को मुझे. मैं जानता हूँ, मैं मानता हूँ, यीशु मेरे लिए सालिब पर हुआ था बलिदान बचाने को मुझे. ആ പാട്ടിന്റെ അർത്ഥം ഒരു രക്തനദി യേശുവിന്റെ മുറിവുകളിൽ നിന്നും ആറുപോലെ പാഞ്ഞോടുന്നു. ആ രക്തനദിയിൽ ആരെല്ലാം കുളിക്കുമോ അവരെല്ലാം ശുദ്ധമായി തീരും. എന്റെ പാപപരിഹാരത്തിന് വേണ്ടി യേശു തമ്പുരാൻ ക്രൂശിൽ മരിച്ചപ്പോൾ ചിന്തപ്പെട്ട രക്തനദി ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ മുങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വീണ്ടും 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 ആവർത്തിച്ച് പാടുകയായിരുന്നു. പോലീസിന് ഇതിന്റെ അർത്ഥം മനസ്സിലായി. പോലീസ് പറഞ്ഞു ചുപ് ചാപ് കരോ എന്ന് പറഞ്ഞു. ഞങ്ങളും പറഞ്ഞു ചുപ് ചാപ് കരോ എന്ന് പറഞ്ഞു. ചുറ്റാ വായ മൂടണമെന്നർത്ഥം. പോലീസ് വായി ചുപ് കിയ. हम पुलिस स्टेशन तक गाकर गीत गाकर गया. आमेन. പോലീസ് വായ മൂടി. ഒന്ന് കിട്ടിയ പിന്നെ ഭയം പോവും. സ്വത്രം. ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും അമ്മമാർ എണ്ണയെല്ലാം തേച്ച് ആറ്റുപോയി കുളിക്കാൻ പറഞ്ഞേക്കും. തൊട്ട് മുമ്പ് വെള്ളം തണുപ്പ് വെച്ച് കുളിക്കാതെ പോയാൽ അതും പിടിക്കും. ഇവർ കുറച്ചേരം കുത്തിയിരിക്കും. അവസാനം തുണ്ടും കെട്ടിക്കൊണ്ട് ഒറ്റ ചാട്ടം ചാടും. ഒരു ചാട്ടം ചാടി എണീറ്റതും ഉള്ളിൽ പോയി ഇവർ എത്ര മുങ്ങിയാലും നോ പ്രോബ്ലം. ഇത് എത്ര അനുഭവിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ. ഡിസംബർ മാസത്തിൽ കുളിക്കാൻ പോയിട്ട് പരമാർത്ഥം പറയണേ. ആമേൻ. എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായി. രാജസ്ഥാനിൽ പല ഭാഗത്തും പോലീസിന് ശേഷം ഒരു പ്രൊജക്ടർ ഉണ്ടെങ്കിൽ ഫിലിം കാണിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് ഞാൻ ചിന്തിച്ചു, ഞാൻ അവിവാഹിതനായി കർത്താവിന് വേല ചെയ്യണമോ അതോ വിവാഹം കഴിഞ്ഞ് കർത്താവിന് വേല ചെയ്യണമോ? വിവാഹിതനാകാനുള്ള ഒരു പ്രേരണ ദൈവം നൽകി. അതിനായി ദൈവത്തിന് സ്തോത്രം. നിന്നെ അവിവാഹിതനായി വിളിച്ചുവെങ്കിൽ നീ അങ്ങനെ തന്നെ കഴിയണം. ദൈവമുള്ള കൃപ നിനക്ക് തരും. സ്തോത്രം. നീ വിവാഹം ചെയ്യാനായിട്ട് വിളിച്ചുവെങ്കിൽ നീ വിവാഹം ചെയ്യണം. അതിനുള്ള കൃപ ദൈവം തരും. അതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. എന്നോടുകൂടി കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിന്നയോ പീഡയോ ഉപദ്രവം എന്ത് വന്നാലും ദൈവം ഏത് ഭാഗത്ത് അയച്ചാലും പോകാൻ സന്മനസ്സുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറയട്ടെ, 10 ലക്ഷം രൂപയെയും ഒരു ഭൂതത്തെയും കൊണ്ടുവരുന്നതിനേക്കാളും ദൈവകൃപയുള്ള ഒരു ഭാര്യ ലഭിച്ചാൽ നീ എല്ലാം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീ മുടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
കല്യാണം കഴിഞ്ഞവരാമേൻ പറയുന്നു, കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരുടെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നേപ്പാളിൽ കർത്താവിനെ വേല ചെയ്തപ്പോൾ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് വളരപ്പെട്ട ഒരു പെൺകുട്ടി സുവിശേഷ നിമിത്തം ശക്തമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്ക് പിതാവോ മാതാവോ ഇല്ല. എന്റെ ബ്രദർ എനിക്ക് എഴുതി, പൗലോസ്, നിന്റെ താല്പര്യപ്രകാരം നിന്നോടുകൂടെ കർത്താവായ യേശുവിനെ പ്രസംഗിപ്പാൻ ഒരു തക്ക തുണയായിരിക്കും. അവളെ എൻഗേജ്മെന്റ് ചെയ്യാൻ കർത്താവിന് കൃപ തന്നിരിക്കും. അതിനായി സ്തോത്രം. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലോഗോസ് എന്ന കപ്പലിൽ യാത്ര ചെയ്ത് ദുബായ്, ദോഹ, ഓരോ തുറമുഖത്തും ഈ കപ്പൽ അടുക്കുമ്പോൾ എന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു പ്രൊജക്ടർ വാങ്ങാൻ നോക്കുമോ എന്ന് നോക്കുമായിരുന്നു. പ്രൊജക്ടറുണ്ട്, എന്നാൽ വാങ്ങാൻ കയ്യിൽ കാശില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ചപ്പാത്ത്, ഹൈറേഞ്ചിൽ ചപ്പാത്ത്, ഇടുക്കി ചപ്പാത്തിനടുത്ത് തൊട്ടിട്ട് VK പീറ്റർ എന്നോണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ആലോചിച്ചോ, ഞാൻ ഒരു കാര്യം പറയാം, ഈ കപ്പൽ കുവൈറ്റിന് നാട്ടിൽ പോകും. അവിടെ പോകുമ്പോൾ കുറെ രക്തം കൊടുത്താൽ നല്ല വില കിട്ടും, ആ വില വെച്ച് പ്രൊജക്ടർ വാങ്ങാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് വന്നു സന്തോഷം. പ്രൈസ് ദി ലോർഡ്. നേരെ രക്തബാങ്കിലേക്ക് പോയി. ഒരു ദിവസം ഡോക്ടർ കണ്ടു പറയും, ഡോക്ടർ, ഞാൻ രക്തം ഡൊണേഷൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഡോക്ടർ എന്നെ കീഴ്മേലെ നോക്കി എന്നിട്ട് പറഞ്ഞു, രക്തം വേണ്ട, വന്ന വഴിക്ക് പോകാൻ പറഞ്ഞു. ഞാൻ നിരാശനായി. ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാം. ഈ ഡോക്ടർ രക്തമെടുത്തതിനെ പറഞ്ഞയച്ചു. പിറ്റേന്ന് വളരെ നിർബന്ധത്താൽ അതേ രക്തബാങ്കിൽ വീണ്ടും പോയി. അന്ന് വേറെ ഡോക്ടറാണ്. അദ്ദേഹം ഇരിക്കാനെങ്കിലും പറഞ്ഞു. ഇരുന്നു. ഒരു നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കയ്യിൽ രക്തമെടുത്ത് ഏത് ഗ്രൂപ്പ് രക്തമാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. രക്തം ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ ചോദിച്ചു, ഏത് ഗ്രൂപ്പാണ്? നേഴ്സ് പറഞ്ഞത് A+ ആണെന്ന്. അത് കോമൺ ബ്ലഡ്. ഡോക്ടർ പറഞ്ഞു, ഓ, ഈ ഗ്രൂപ്പിൽപ്പെട്ട രക്തം ഞങ്ങൾക്ക് ഈ രക്തബാങ്കിൽ ആവശ്യത്തിന് കവിഞ്ഞിരിപ്പുണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാൻ വല്ല വഴിയിരിക്കും. ഒരു വഴിയുമില്ല. നിരാശനായി കപ്പലിലേക്ക് മടങ്ങി വന്നു. ഒരു കപ്പൽ തുറമുഖത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നിർബന്ധം ഡാക്ടർ ഉണ്ടായിരിക്കണം. അന്നുണ്ടായിരുന്ന ഡാക്ടർ ചെങ്ങന്നൂർ സ്വദേശിയാണ്, ചെറിയ. ഞാൻ അദ്ദേഹം ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറഞ്ഞു, എനിക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യണം. അദ്ദേഹത്തിന് വളരെ നിർബന്ധിച്ച് റെക്കമെൻഡേഷൻ എഴുതി തന്നു. മൂന്നാമത്തെ പ്രാവശ്യം അതേ രക്തബാങ്കിൽ പോവുകയാണ്. അന്ന് വേറെ ഡാക്ടറാണ്. കാണിച്ചു, എന്നെ കിടക്കാൻ പറഞ്ഞു. ഞാൻ പോയി സുഖമായിട്ട് കിടന്നു. ഒരു നേഴ്സ് വന്നു, കയ്യിൽ സൂചി കുത്തിവെച്ചു. ഞാൻ നോക്കുകയാണ്. എന്റെ ചിന്തയല്ല, ഒരു ടെസ്റ്റ് ട്യൂബ് കൊണ്ടുവരും, ഒരു സിറിഞ്ച് കൊണ്ടുവന്ന് ആ സിറിഞ്ച് തറയെ രക്തമെടുത്ത് ടെസ്റ്റുകൾ അകത്തടച്ച് കൊണ്ടുപോകും. ഞാൻ നോക്കിയപ്പോ കാണാം ഒരു പ്ലാസ്റ്റിക് സഞ്ചി. ഇതെപ്പം നിറയും? ഇവിടെ കെട്ടിട്ടിട്ട് ആളങ്ങ് പോയി. കയ്യിൽ സൂചി കുത്തി വെച്ചു. ഇത് 2, 4, 6, 8, 10, 12 അവരുടെ സ്ഥലത്തിൽ പോകുന്നു. സഞ്ചി നിറയുന്നില്ല. ഒടുക്കം പറഞ്ഞു, നിങ്ങൾ ഇനി കൈ പമ്പ് ചെയ്യണം. ഇങ്ങനെ പമ്പ് ചെയ്താലേ ഇനി ചങ്കിൽ രക്തം ഒഴുകുമെന്ന് പറഞ്ഞു. പിന്നെ മൈൻഡിൽ സാത്താൻ പറഞ്ഞു, പൗലോസേ, നിന്റെ ആപ്പീസ് പൂട്ടി, എല്ലാം തീർന്നു, ചാറും ഉയരും പോകാൻ പോലെയാണ്. ഇനി എന്തോ എടുക്കുന്ന ആർക്കറിയാം? ഏതായാലും കൊടുത്തത് മതി, ആ സൂചി ഊരി വിട്ടിട്ട് ഉയരും കൊണ്ട് പോകാൻ. ഞാൻ പറഞ്ഞു, സാത്താനെങ്ങി വാ. ഒരുപാട് പേർക്ക് കൊടുക്കാൻ ഒരുപാടുണ്ട്, നമുക്ക് ഹൃദയമില്ല. ഇനി കൊടുക്കാൻ എന്റെ ജീവനില്ലാതെ മറ്റൊന്നുമില്ല. ഒരുപക്ഷെ ഈ സുശീലത്തെ അറിയിപ്പാൻ എന്റെ രക്തത്തെ കൊടുക്കുന്നതുകൊണ്ട് എന്റെ ശവശരീരം എന്റെ പ്രിയപ്പെട്ട ഓരോ ബന്ധുക്കളോ കാണാതെ ഈ കുവൈറ്റിലെ മണ്ണിൽ തോണ്ടി മൂടിയാൽ ഞാൻ ഒന്ന് വിളിച്ചു പറയും, മരിക്കുന്നതിന് മുമ്പ്, ഈ പണം ദുർവിനിയോഗം ചെയ്യരുത്. എന്റെ ജീവന്റെ വിലയാണ്. ഇതിന് നിങ്ങൾ ആർക്കെങ്കിലും ഇന്ത്യയിലെ മിഷണറിക്ക് കൊടുത്ത് ഒരു പ്രൊജക്ടർ വാങ്ങി എന്റെ കർത്താവ് യേശുവിനെ കുറിച്ച് ഇന്ത്യയിൽ കാണിക്കണം. ഇതുകൊണ്ട് ഞാൻ എന്റെ കൈ പമ്പ് ചെയ്യുകയായിരുന്നു. വലിയ പ്ലാസ്റ്റിക് സഞ്ചി അത് നിറയെടുത്തു. ഡോക്ടർ എഴുതി കൊടുത്തപ്പോൾ തെറ്റ് സംഭവിച്ചു. ഈ യുദ്ധസമയത്ത് ഒരു എമർജൻസി എടുക്കുന്ന ആ എമൗണ്ടിന് വേണ്ടി എഴുതി വിട്ടു. അതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ബ്ലഡ് എടുക്കേണ്ടി വന്നത്. എന്റെ ക്ഷീണത്തെ മാറ്റുന്നതിന് വേണ്ടി ആപ്പിൾ, പൈനാപ്പിൾ ഇതെല്ലാം ചേർന്ന് ഒരു ജ്യൂസ് വെച്ചിരുന്നു. അത് കുടിക്കാൻ കുറച്ച് ദൂരം പോകണം. ഞാൻ ചിന്തിച്ചു, ഇനി അത് കുടിക്കാൻ പോകുന്ന ടൈം കൊണ്ട് പ്രൊജക്ട് ആരെങ്കിലും മാറ്റി കൊണ്ടുപോയാലും എന്ത് ചെയ്യും? രക്തം വിറ്റതും കൊണ്ടും പ്രയോജനമില്ല. ജ്യൂസ് പിന്നെയും കുടിക്കാം. നേരെ പ്രൊജക്ട് മേടിക്കാനായിട്ട് പോയി. നല്ല 1-ാം തരം അക്ഫ കമ്പനിയുടെ ജർമ്മൻ പ്രൊജക്ട് മേടിച്ചു. കപ്പലിനകത്ത് വന്നു, ബോംബെ കൊണ്ടിറക്കി.
എല്ലാവരും കസ്റ്റം ഓഫീസിൽ കൂടെ പോകുന്ന കൂട്ട് ഞാനും കൂടെ പോയി ഈ പ്രൊജക്ട് ഓഫീസിൽ കൊണ്ട് പോവുകയാണ്. കസ്റ്റം ഓഫീസർ ചോദിച്ചു, ആ പെട്ടി എന്നാണ്. ഞാൻ പറഞ്ഞ പ്രൊജക്ടറാണ്. ഡ്യൂട്ടി അടയ്ക്കണം. ഞാൻ ചോദിച്ചു, സാർ എന്തിനാണ് ഡ്യൂട്ടി? ഡ്യൂട്ടി അറിയത്തില്ല. ഇത് എന്ത് വിലയ്ക്ക് വാങ്ങിച്ചോ അത്രയും വില ഇവിടെ കെട്ടിവെക്കണം, 100% ഡ്യൂട്ടിയാണ്. ഞാൻ എല്ലാ കഥകളും പറയാൻ നോക്കി. അദ്ദേഹം പറഞ്ഞു, കഥ പറഞ്ഞാൽ പരിപ്രയോഗത്തില്ല, കാശുണ്ടെങ്കിൽ കെട്ടിയിട്ട് പോകാൻ അല്ലാണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. നമ്മൾ എന്നെ വിട്ടാൽ മതി, സാധനം അവിടെ വെച്ച് പുറത്തിറങ്ങി ഞാൻ തീരുമാനമെടുത്ത് പെട്ടിയും കൊണ്ടല്ലാതെ പോകത്തില്ല. സ്വന്തം ആമേൻ. എന്റെ ഉള്ളം സ്വർഗത്തിലേക്ക് ഉയർന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞു, ഇനി ബാ, ഡ്യൂട്ടി കിട്ടണ്ട, എടുത്തോണ്ട് പോകുന്നു പറഞ്ഞു. നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം. സക്കായി ഒന്ന് യേശുവിനെ കണ്ടാ മതിയെന്ന് ആഗ്രഹിച്ചു. അവന്റെ വീട്ടിൽ തങ്ങിയിരുന്ന ആഗ്രഹത്തിന് വർദ്ധിച്ചു. പ്രൈസലോ. ഈ ദൈവം എത്രയോ നല്ലവൻ. ഈ നിലയിൽ ഞാൻ പ്രവർത്തിച്ചു. ഈ പ്രൊജക്റ്റുമായി കൊണ്ടുവന്നു. എന്റെ ആഗ്രഹം കന്യാകുമാരി മുതൽ ബോംബെ വരെയുള്ള കടലോര പ്രദേശങ്ങളിൽ പ്രവർത്തിക്കണം. അവിടെ ഭയങ്കര എതിർപ്പുള്ള ഏരിയകളാണ്. ഒരു കൈ കൊണ്ട് വീശിയിട്ട് വേണം മറ്റേ കൈ കൊണ്ട് ആഹാരം കഴിക്കാൻ. നല്ല അലുവയെല്ലാം കറുകറായിരിക്കും. കറുത്ത അലുവയല്ല, ചുവന്ന അലുവ. ഈച്ച പിടിച്ചിരിക്കുകയാണ്. അടിച്ചാൽ ഉടനെ കറുപ്പ് മാറി ചുവപ്പ് നിറവായി. ഒരു കാണിക്ക ദശാംശം കിട്ടാത്ത ഏരിയകൾ പ്രവർത്തനം ആരംഭിച്ചു. എന്റെ പ്രിയ ഭാര്യയും ഞാനും ടീമംഗങ്ങളും അവിടെ ചേർന്ന മറ്റു ചില ആളുകളും പലപ്പോഴും നൂത്ത കത്തിയുമായി നിൽക്കാറുണ്ട്. ആളുകൾ ഫ്രണ്ടിൽ ഒരുവനെ പ്രസംഗിച്ചാൽ കുത്തും, എല്ലാം പ്രസംഗിക്കാതെ പോകത്തുമില്ല. സ്വോത്രം. ആമേൻ. സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിപ്പേ. മാനസാന്തരവും പാപമോചനവും യെരുശലേം തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കും. പ്രൈസലോ. ഏതായാലും അവർ കുത്താൻ പോകുന്നറിയാം. അതുകൊണ്ട് ലാസ്റ്റ് പ്രസംഗമല്ലേ, എന്ത് ചെയ്യാം, തീർത്ത് പ്രസംഗിച്ചിട്ട് ചാകാം. സ്വോത്രം. ആരെങ്കിലും വരും, ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പറയും, നിനക്ക് കേൾക്കണമെങ്കിൽ പോടാ, ഞങ്ങൾക്ക് കേൾക്കണം. എന്റെ ദൈവം എത്രയോ പ്രാവശ്യം സംരക്ഷിച്ചു. എന്നാൽ ചില സമയങ്ങളിൽ ഈ മീൻ പിടിക്കുന്ന മുക്കുവരുടെ ഇടി, കൈശുച്ചുള്ള ഇടി, നെഞ്ചിലൊക്കെ ഇടിക്കുമ്പോൾ ഹാർട്ട് ലങ്സുമെല്ലാം തുടിച്ചിട്ടുണ്ട്. മുഖത്തിൽ വീക്കം വയ്ക്കും, കണ്ണു തുറക്കാൻ പ്രയാസമായിരിക്കും, സംസാരിക്കാൻ പ്രയാസമാണ്. സൂപ്പ് കുടിച്ച് വീങ്ങുന്നതല്ല, ഇടി കൊണ്ട് വീങ്ങുന്നത്. ഈ മീൻ പിടിക്കുന്ന ആളുകളുടെ ഇടിയും ഈ പനകേറുന്ന പനകേറികളുണ്ട്, അവരുടെ ഇടിയുമാണ് ഇടിയിൽ സൂപ്പർ. സംശയം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഇടിക്കെല്ലാം കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ട്. അല്പം ഇടിച്ചാലും അതൊരു പഞ്ഞി കൊണ്ടിടിക്കുന്ന പോലെ ഇരിക്കും. ഈ രണ്ടെണ്ണത്തിന്റെ ഇടിയുണ്ടല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പൗലോസ്, ഞാനൊരു പ്രത്യക്ഷനാകും, ആ മാസവും ഡേറ്റും എന്റെ തമ്പുരാൻ എന്നോട് അറിയിച്ചു. ഞാൻ ഓർത്ത് എന്റെ കർത്താവിനെ അവിടെ പോയിട്ട് കാണാൻ നോക്കൂ. എന്റെ മുറിയിൽ എന്റെ യേശു കടന്നു വന്നു. മന്നം പുഞ്ചിരിയോടെ. അവന്റെ കണ്ണുകൾ അഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ. ഒറ്റ നോട്ടത്തിൽ എല്ലാം കാണാം. എന്നെ തൊട്ടു. അവന്റെ മുഖത്തുകൊണ്ട് പ്രകാശം എന്റെ മേലടിച്ചു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. 1-2 വാക്കുകൾ പറഞ്ഞു. അതിനെല്ലാം കർത്താവ് എനിക്ക് ആൻസർ തന്നു. എന്നൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. വന്നതുപോലെ പുഞ്ചിരിപ്പോടെ കർത്താവ് മന്നം മടങ്ങിപ്പോയി. അതുവരെ കർത്താവിന് വേണ്ടി കടമട അധ്വാനിക്കണം എന്നുള്ള ആ ചിന്തയെ കവിഞ്ഞ് അവനിൽ ഡിലൈറ്റ് ചെയ്യണം, അവനിൽ ചേർന്നിരിക്കണം, അവനിൽ വസിക്കണം, അവന്റെ ഉള്ളത്തെ പ്രസാദിപ്പിക്കണം. ആ ഒരു ചിന്തയായി കർത്താവ് മനസ്സിനെ മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദർഭത്തിലാണ് OP ത്യാഗി എന്ന് പറയുന്ന ഒരു MP ആന്റി കൺവേർഷൻ ബിൽ എന്നൊരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആർക്കും ഓർമ്മയുണ്ടോ? 1979 ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ആന്റി കൺവേർഷൻ ബിൽ. ഓക്കെ. ആ ബില്ല് പാസ്സായാൽ സുശേഷീകരണത്തെ റദ്ദ് ചെയ്യും. ക്രൂസൈഡുകൾ നടത്താൻ പാടില്ല, സെമിനാറുകൾ നടത്താൻ പാടില്ല, ചർച്ച് പ്ലാന്റിംഗ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം റദ്ദ് ചെയ്യും. എന്റെ ഉള്ളത്തിന്റെ അകത്തിൽ രക്തം തിളയ്ക്കാൻ തുടങ്ങി. ഈ ബില്ല് പാസ്സാകും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേക ദിവസത്തിൽ കളിയിക്കാനുള്ള പാറശാല, ആ തെക്ക് ഭാഗത്തു നിന്നും കാസർഗോഡ് വരെയുള്ള ക്രൈസ്തവ ജനം സഭാ വ്യത്യാസം കൂടാതെ എല്ലാവരും ഒന്നു ചേർന്ന് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലേക്ക് മാർച്ച് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ ആന്റി കൺവേർഷൻ ബിൽ പിൻവലിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട്
അതിന് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിൽ പങ്കെടുക്കാൻ എനിക്ക് പ്രേരണ തോന്നിയില്ല. ഞാൻ എൻ്റെ വീട്ടിന്റെ സൈഡ് റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കഴിയുകയായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ദൈവം എന്നെ ഓർപ്പിച്ചു, ഈ ബില്ലിനെതിരായി പ്രാർത്ഥിക്കാൻ നീ കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് വേണ്ടിയല്ല, എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ജീവിക്കാനുള്ള സർവസ്വം എന്റെ ദൈവം നൽകിയിട്ടുണ്ട്. ഭാരതത്തിന് വേണ്ടി, നമ്മുടെ മണ്ണിലെ മക്കൾക്ക് വേണ്ടി ഒരു ബാനർ എഴുതി, OPTയുടെ ബിൽ പിൻവലിക്കുക. ചെറിയ 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 ബാനറുകൾ. മറ്റൊരുത്തരും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ആ നാമം യേശു. ഒരിക്കൽ മരിക്കുകയും പിൻപ് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാം എഴുതി പോകാൻ തയ്യാറായി. രാത്രി 8:30 മണി വരും. എന്റെ പിഞ്ചുമക്കൾ, അപ്പൊ വിവാഹം കഴിഞ്ഞത് 5 വർഷം വരും എന്ന് തോന്നുന്നു. എന്റെ പിഞ്ചുമക്കൾ കിടക്കുന്ന ആ റൂമിലേക്ക് പോയി. ആന്റെ 2 മക്കളും ആ മക്കൾ തലയണയിൽ തലച്ചരിച്ച് കിടക്കുകയായിരുന്നു. ആ പിഞ്ചുമക്കളുടെ ഓമന മുഖങ്ങളെ എന്റെ കണ്ണ് കുളിരെ വീണ്ടും 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 നോക്കി. ഈ ലോകത്തിൽ അവരെ കാണത്തില്ല എന്ന് എനിക്കറിയാം. എന്റെ പ്രിയ ഭാര്യയെ നോക്കി പറഞ്ഞു, എടി, സുശീലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നിന്നെ കണ്ടെന്ന് വരാം, നിന്നെ കണ്ടില്ലെന്ന്. അവൾ പറഞ്ഞ മറുപടി, നിങ്ങൾ സമാധാനം കൊണ്ട് പോകുവാൻ, നമുക്ക് അവിടെ വെച്ച് കാണാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, നീ തന്നെ എന്നെ പ്രാർത്ഥിച്ചയക്കണം. അവിടെ എന്നെ പ്രാർത്ഥിച്ചു, യാത്ര അയച്ചു. സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ കൂടാരം കെട്ടാനുള്ള എല്ലാ താർപ്പായി, കമ്പുകൾ, തടികൾ എല്ലാമായിട്ട് യാത്ര ചെയ്തു. രാത്രി കൊണ്ട് ഷെഡ് കെട്ടി, ബാൻഡെല്ലാം തൂക്കിയിട്ടു, അകത്തൊരു ബെഡ്ഷീറ്റ് വിരിച്ചു, പ്രാർത്ഥന ആരംഭിച്ചു. രാവിലെ 7 മണി നേരം, 7 മണി വരും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, എന്നോട് കൂടെ വേറൊരു ബ്രദറുണ്ട്, ഫിലിപ്പ് വർഗീസ് എന്ന് പറയും. ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. ഇവർ വേറ്റ് ഏതോ പാർട്ടിപ്പെട്ട ആൾക്കാരായിരിക്കും. ഇതിനെ അറസ്റ്റ് ചെയ്താൽ ഇതിന്റെ ശില്പത്തിലെല്ലാം വരും, പ്രശ്നം വലുതാകും. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ അറസ്റ്റ് ചെയ്തില്ല. നമ്മളാണ് വലിയ പാർട്ടി, നമ്മുടെ ഭരണകക്ഷിയാണ്, സ്വത്രം. കാരണം നമ്മുടെ ദൈവം ഭരിക്കുകയാണ് സ്വർഗത്തിൽ. ആമേ. എന്നാൽ അതേ സെക്രട്ടേറിയറ്റിനകത്ത് ഉണ്ടായിരുന്ന ഒരു കല്യാണി അമ്മ എന്ന് പേരുള്ള ഒരു ഹിന്ദു കൺവേർട്ട് എന്റെ വാർത്ത അറിഞ്ഞ ഉടനെ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ അവളും കൂടാരത്തിനകത്ത് വന്നു. അവളെ ധൈര്യത്തിനായി സ്തോത്രം. അനേക പിയൂൺസ് കടന്നു വന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു, സാറേ, ഇതിന് വേറൊരു വാതിലുണ്ട്. ആ വാതിലിൽ ഒരു സ്ത്രീ വന്നു നിന്ന് വരുന്ന എല്ലാ അധികാരികൾക്കും ട്രാക്ട് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. 2 തോളിലും സഞ്ചി ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളോട് ആരായിരിക്കും ഈ സ്ത്രീ ഇത്ര ചങ്കൂറ്റമായി വന്ന് നിന്ന് ട്രാക്ട് കൊടുക്കാൻ? അവളെ അറസ്റ്റ് ചെയ്യുമല്ലോ, ആരെന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആ സ്ത്രീ കാണാനായിട്ട് പോയി. ദൂരം വെച്ച് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായില്ല. അവിടെ ഞാൻ ആരുടെ മുഖത്ത് നോക്കാതെ ഞാൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. ഞാൻ അവിടെ കൂടെ കറങ്ങി നേരം മുൻഭാഗത്ത് പോയി ആരെന്ന് കാണാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് നല്ല പരിചയമുള്ള സ്ത്രീയാണ്. അതെന്റെ ഭാര്യയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഇത് ചെയ്യുന്നത്? അവള് പറഞ്ഞു, ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന്. ഞാനോർത്ത് വാസ്തവത്തിൽ അവിടെ വെച്ച് കാണാമെന്ന്. അവള് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വിടാൻ നോക്കൂ. നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന എനിക്കറിയാം. അതേ ജീപ്പ് വരട്ടെ, എന്നെയും അറസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് ജയിലിൽ പോവാം. നമ്മുടെ മക്കളെ ദൈവം നോക്കിക്കൊള്ളും. അന്നൊരു മ്യൂസിയമാണ്. ആ ഗൈഡനെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, പ്രിയ സാറേ, ജോൺ വെസ്ലിയുടെ ജീവിതത്തിൽ അന്ന് കാറോ വണ്ടിയോ വാഹനം ഒന്നും ഉണ്ടായിരുന്നില്ല. യാത്രയെല്ലാം കുതിരയിലാണ്. തന്റെ ജീവിതത്തിൽ താൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത ദൂരം 4 ലക്ഷം കിലോമീറ്ററാണ്. കുതിരയിൽ യാത്ര ചെയ്തു സുവിശേഷം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലണ്ടിൽ വില്യം കെയറുടെ വീട്ടിൽ ഞാൻ പോയി. ഇന്നും അദ്ദേഹം ചെരുപ്പ് കുത്തിയ ആ പഴയ സൂചി ബെഞ്ചും എല്ലാം നിരപ്പുണ്ട്. 6 മാസം വേണം അവിടെ യാത്ര ഇന്ത്യയിൽ വരാൻ കപ്പലിൽ. ആഫ്രിക്ക ചുറ്റി വരണം. കടൽ റഫാണെങ്കിൽ 10 മാസം എടുക്കും. ഇന്ത്യയിൽ എന്തിനു വരണം? ഈ സുവിശേഷം പ്രസംഗിപ്പാൻ. ഇതുപോലെ ഓട്ടമോടിയ ഭക്തന്മാർ ധാരാളമാണ്. പ്രൈസ് ദി ലോർഡ്. വാച്ച്മാൻ നീ ചൈനയിൽ താൻ പ്രസംഗിച്ചു, ചൈനയെ കീഴ്മേൽ മറിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ പ്രസംഗത്തെ എന്റെ ചാതുര്യത്താൽ ദൈവകൃപയാൽ ആള് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് തന്റെ നാക്കിനെ അറുത്തു പ്രസംഗിക്കാതിരിക്കാൻ ഇതോടുകൂടി താൻ എഴുത്താരംഭിച്ചു അനേക പുസ്തകങ്ങൾ.
ഗവൺമെന്റ് തന്റെ കൈയുടെ പെരുവലിനെ കണ്ടിച്ചു എഴുതാതിരിക്കുവാൻ. താൻ പേനയെ വായ കൊണ്ട് കടിച്ചുകൊണ്ട് എഴുതാൻ ആരംഭിച്ചു. ഇങ്ങനെ വോട്ടത്തെ തികച്ച ആളുകൾ, മേഘം പോലുള്ള സാക്ഷികൾ നമ്മുടെ വോട്ടത്തെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ജീവിക്കാനുള്ള മാർഗമല്ല, ഒരു എൻജോയ്മെന്റിന്റെ മാർഗമല്ല, ഒരു എന്റർടൈൻമെന്റിന്റെ മാർഗമല്ല. യുദ്ധത്തിന്റെ സമയമാണ്. നമ്മുടെ ഭാരതം സുശേഷമായ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ഭാര്യയോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോകണം, മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അനുസരിച്ച് വീട്ടിലേക്ക് പോയി. ദൈവാത്മാവ് ഞങ്ങളോട് നല്ല പ്രേരണ തന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി സ്വർഗം കേട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഷെഡെല്ലാം പാക്ക് ചെയ്തു, വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം റേഡിയോ വാർത്ത ഉണ്ടായിരുന്നു, OP തേയുടെ ബിൽ പിൻവലിച്ചു എന്ന്. ഞങ്ങളല്ല, ഞങ്ങളെപ്പോലെ അനേകരുടെ പ്രാർത്ഥന മുഖാന്തരം. പ്രൈസ് ദി ലോർഡ്. ആ 79 ശേഷം അനേക സംഘടനകൾ ദൈവം എഴുന്നേൽപ്പിച്ചു, റേഡിയോ പ്രോഗ്രാം ദൈവം എഴുന്നേൽപ്പിച്ചു, TV പ്രോഗ്രാം ദൈവം എഴുന്നേൽപ്പിച്ചു, അനേക സഭാ സ്ഥാപകന്മാർ ദൈവം എഴുന്നേൽപ്പിച്ചു, അനേക യൂത്ത് പ്രോഗ്രാം ദൈവം എഴുന്നേൽപ്പിച്ചു. കർത്താവിന് വരവ് ഇനിയും ഒരു 20 വർഷം നീളുമെങ്കിൽ ഇതിന്റെ ഇവിടെ 100 മടങ്ങ് സുവിശേഷം വളരും. എന്റെ ആഴമായ വിശ്വാസം, ഒരു ശക്തമായ ആത്മാവിന്റെ പിൻപകർച്ച യേശുവിന്റെ മടങ്ങി വരുമ്പോൾ നടക്കും. ജനങ്ങൾ കൂട്ടം കൂട്ടമായി രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടാത്തൊരു ചുരുക്കമായി മാറും. അന്ന് കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ഞങ്ങൾ ജീവനെ തളവൽ ഗണിച്ചുകൊണ്ട് ഈ സത്യത്തെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്തു. ആ കാര്യം ഞാൻ തീർത്ത് പറഞ്ഞില്ലല്ലോ. അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി, ഈ പാട്ട് പാടിക്കൊണ്ടുപോയി. കൂടെ ഈ ആളുകളും കൂടെ ചേർന്ന് വന്നു. കംപ്ലൈന്റ് എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത കംപ്ലൈന്റ്, ഞങ്ങൾ കോസ്റ്റൗൺ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്നു എന്നാണ് എഴുതി കൊടുത്തത്. ഇത് നേരത്തെ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ സൂചന പറഞ്ഞ് തിരിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്വോത്രം. ആമേൻ. പല മണിക്ക് ഇരുമ്പ് വഴി അങ്ങ് അടിച്ച് തുറന്നു, അത് തള്ളിയിട്ടു. ആദ്യം ജയിലത്ത് പോയപ്പോ ഇച്ചിരി ഭയമുണ്ടായിരുന്നു. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം. ആമേൻ. ഹല്ലേലൂയ. ഇതിനെല്ലാം ഭാഗ്യമുണ്ടാകും. ഇതിനെല്ലാം ഭാഗ്യമുണ്ടാകും. ഇതിനെല്ലാം ഭാഗ്യമുണ്ടാകും. റഷ്യയിലെ ഞായറത്തപ്പോൾ എന്നെ അറസ്റ്റ് വരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതെല്ലാം പറയാൻ പ്രയാസം. ഇന്നും എന്റെ ദൈവമായിരിക്കുന്നു. അവൻ ശക്തനാണ്. ഒരിക്കൽ പറഞ്ഞു, സുവിശേഷത്തിന്റെ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല മണിക്കൂർ കഴിഞ്ഞു. ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പോലീസ് ഇൻസ്പെക്ടർ നല്ല മനുഷ്യൻ. അദ്ദേഹം സ്ത്രീകളോട് സംസാരിച്ചു. എന്റെ കൂടെ വന്ന് സ്റ്റീവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറേ, ഞാൻ ഒരു പൊല്ലാത്തവനായിരുന്നു, കുടികാരനായിരുന്നു, ചണ്ടക്കാരനായിരുന്നു, അടിപിടി കൂടുന്നവനായിരുന്നു. ഞാൻ ആത്മഹത്യക്ക് പോയപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട് ജീവിതത്തെ മാറ്റി. എനിക്ക് സമാധാനം നൽകിയ കാര്യത്തെപ്പറ്റി ആ ടൗണിൽ പറയായിരുന്നു. പോലീസ് ചോദിച്ചത് ഏത് ഭാഗത്താണ്? പറഞ്ഞത് കോക്സ് ടൗൺ ആണ്. അത് പൊല്ലാത്ത ആൾ, അവിടെ ഒരു സിഗരറ്റ് ഫാക്ടറി എല്ലാം ഉണ്ട്, മോശമായ ആളുകളാണ്. ദൈവം പറഞ്ഞു, അവിടുത്തെ ആളുകളോ മഹാ തല്ലിപ്പൊളിയാ. പോലീസിനെ ലാത്തിട്ട് അടിച്ചാൽ പോലും അവർ തിരുന്നത്തില്ല. നിങ്ങളെ കൂടി ഇതെങ്കിലും പറഞ്ഞ് തിരുത്താൻ നോക്കുമെങ്കിൽ തിരുത്താൻ പറഞ്ഞ് തുറന്നു വിട്ടു. സ്വോത്രം. അപ്പം മനസ്സിലായി ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വെറുതെ അല്ല, അവരോട് സുവിശേഷം പറയാൻ ഡ്യൂട്ടി തീർന്നത് ഞങ്ങൾ പറഞ്ഞയച്ചു. സ്വോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ജയിലടയ്ക്കുമ്പോൾ, കോർട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് പറയണം നേരത്തെ ചിന്തിക്കേണ്ട. അപ്പോൾ പറയാനുള്ളത് പിതാവിന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകും. നമ്മളെല്ലാം പഠിച്ചു പോകാനാണ് ഇരിക്കുന്നത്. ആ പഠിക്കുന്നതൊന്നും ചോദിക്കത്തില്ല ചിലപ്പോ. സ്വോത്രം. ആത്മാവ് നിറഞ്ഞു പോയാലും മതി. അപ്പോഴപ്പോഴ് അച്ചോട്ട് ആൻസർ കൊടുക്കാൻ സാധിക്കും. സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം കർത്താവിന്റെ ആത്മാവ് കർത്താവിനോട് പറഞ്ഞു, ഒരു ദർശനം എന്നെ കാണിച്ചു. ആ ദർശനത്തിൽ പോസ്റ്റ്മാൻ വീട്ടിലേക്ക് വരുന്നു. 200 രൂപ എന്റെ കയ്യിലേക്ക് എടുത്ത് തരുന്നു. ഒരു അശരീരി ശബ്ദം. ഈ പണം ജോയ്ക്കുട്ടി ചാക്കോ അയക്കുന്ന പണമാണ്. ചോറ്റാനിക്കരയിൽ നിന്നും അയക്കുന്ന പണം, എറണാകുളത്ത് അടുത്ത്. ഈ പണം നിങ്ങൾക്ക് രാമേശ്വരത്ത് പോകാനാണ്. രാമേശ്വരം ഒരു ചെറിയ ദ്വീപാണ്. അവിടുത്തെ ഭാഷ മലയാളമല്ല, തമിഴും ഹിന്ദിയുമാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ ലോക്കൽ ഭാഷ അറിയുന്ന ഒരു വ്യക്തി അവിടെ പ്രസംഗിക്കാനായിട്ട് പോയി. ആദ്യത്തെ ദിവസം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ക്രൂരന്മാരായ ആളുകൾ മുടിയെ പിടിച്ചു, കഴുത്തിനെ അറുത്തു, തലയെ സെപ്പറേറ്റ് എടുത്തു, ഒരു പ്രത്യേക ഭാഗത്ത് കൊണ്ടുവച്ചു. ഈ സ്ഥലത്താണ് പോകാൻ ഒരു സ്വർഗസ്ഥനായ ദൈവം എന്നോട് പറഞ്ഞു. അപ്പോഴൊരു പ്രശ്നം. എന്റെ ഭാര്യ ഗർഭിണിയാണ്. 7 മാസം പൂർണ്ണ ഗർഭിണി. മൂത്ത മകൻ 2ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, രണ്ടാമത്തെ മകൻ 1ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മൂന്നാമത്തെ മകൾക്ക് 2.5 വയസ്സ്. എങ്ങനെ പോകും? എന്നാൽ ഒന്ന് മനസ്സിലായി, ദൈവം എപ്പോൾ പോകാൻ പറയണോ അപ്പോൾ പോകണം, എവിടെ പോകാൻ പറയുമോ അവിടെ പോകണം. നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയമാണ്. നമ്മുടെ സ്ഥലമല്ല, ദൈവത്തിന്റെ സ്ഥലമാണ്. ദൈവം നിന്നോട് നിലവിലേക്ക് പോകാൻ പറഞ്ഞാൽ നീ തർശീസിലേക്ക് പോകണം.
പ്രൈസ് ദി ലോർഡ്. നീ നാളെ പോവെന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ട് പോകരുത്. പോകാൻ പറയുമ്പോൾ പോകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ഒരു കോൺഫറൻസിൽ സംസാരിക്കാനായിട്ട് പോയി. എന്റെ ഫ്ലൈറ്റ് ഹിത്രോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പറഞ്ഞു, പൗലോസ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരെക്കാൾ ഉണർവായിക്കുവാൻ എന്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്നു. വിത്ത് എ കണ്ടീഷൻ. അതാണ്. ഞാൻ എന്റെ കാതുകളെ കൂർപ്പിച്ചു. എന്താണ് കണ്ടീഷൻ? കർത്താവ് പറഞ്ഞു, പൗലോസേ, എന്റെ ശബ്ദം ആര് കേൾക്കുമോ, എന്റെ ആജ്ഞ ആര് കേൾക്കുമോ, എന്റെ വചനം ആര് കേൾക്കുമോ, അത് അനുസരിക്കുന്നവരെ ഞാൻ ഉണർവിന്റെ നാളങ്ങളായി ഉപയോഗിക്കും. എക്സാമ്പിൾ കർത്താവ് പറഞ്ഞു, അബ്രഹാം എന്ന വൃദ്ധനായ മനുഷ്യൻ അവനോട് പറഞ്ഞു, അവന്റെ മകനെ ഞാൻ കാണിക്കുന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി യാഗം കഴിക്കണം. ഇടം വലം നോക്കാതെ ആ വൃദ്ധനെ എന്നെ അനുസരിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചതുകൊണ്ട് നീ മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഒരു പക്ഷേ ദൈവം ആവശ്യപ്പെടുന്നത് മക്കളെ ബലി കഴിക്കാനായിരിക്കത്തില്ല. അതിന് തുല്യമായി വില കെട്ടിരിക്കേണ്ട എന്തെങ്കിലും കാര്യം ഇന്നും കർത്താവ് ആവശ്യപ്പെട്ടു എന്ന് വരാം. ചിലപ്പോൾ ഏതെങ്കിലും ബന്ധം തുണ്ടിക്കാനായിരിക്കും. ചിലപ്പോൾ നീ പ്രതീക്ഷിക്കുന്ന കാര്യം ചെയ്യാതെ മറ്റു ഭാഗത്ത് പോകാൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ നിനക്കുള്ള സർവസ്വവും സൂക്ഷിച്ചതിനു വേണ്ടി കൊടുക്കാൻ കർത്താവ് പറയുന്നതായിരിക്കും. ആർക്കറിയാം? പ്രൈസ് ദി ലോർഡ്. എന്തു പറഞ്ഞാലും അതനുസരിക്കുക. അത് വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ബാങ്കിൽ പണമുണ്ടായിരുന്നു. ദൈവം തന്ന വിശ്വാസത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഭാര്യമായിട്ടൊരു തീരുമാനമെടുത്തു. ബാങ്കിൽ പണത്തെ മൊത്തം വിഡ്രോ ചെയ്യണം, അതിനെ കാലിയാക്കണം. യോഗം നടത്തി. ദൈവം തരുന്ന 200 രൂപയും കൊണ്ട് അത് ഒരു വഴി ചെലവാണ്. ആ ദ്വീപിൽ പോകണം. ഒരു ജീവനുള്ള ദൈവമുണ്ടെന്ന് പ്രസംഗിച്ചല്ല, ജീവിച്ച് കാണിക്കണം. നമ്മൾ ഒരു വഴി പ്രയാണ ചെലവിൽ പോയാൽ, ഒരു വഴി പ്രയാണ ചെലവിൽ അനേക മിഷണറിമാരെ പറഞ്ഞയക്കാം. എന്റെ ഭാര്യ പറഞ്ഞു, നല്ല ഐഡിയ, സ്തോത്രം. ഒരു ദിവസം പോസ്റ്റ്മാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, പോസ്റ്റ്മാൻ സാർ, 200 രൂപയുണ്ടോ? ജോയിക്കുട്ടി ചാക്കോ തന്നതാണോ? അവർ മണിയോട് നോക്കിയിട്ട് പറഞ്ഞു, അതെ, ജോയിക്കുട്ടി ചാക്കോ തന്ന പണം ആണ് അയച്ചത്. ചോറ്റനിക്കരയൊന്നും അയച്ചത്. ഹൃദയമൊക്കെ തുള്ളാൻ തുടങ്ങി. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം പറയുന്ന ദൈവം മാത്രമല്ല, പറയുന്ന പോലെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ചിലപ്പോൾ നമ്മൾ യഹോവയ്ക്കായി കാത്തിരിക്കേണ്ടി വരും. വെയിറ്റ് ചെയ്യണം. എത്ര നാൾ നമുക്കറിയത്തില്ല. വെയിറ്റ് ചെയ്യണം. ഒരു നാൾ വരും, അവൻ അരുളി ചെയ്തത് അവിടെ നിവർത്തിക്കും. വാക്കുമാറാത്ത ദൈവം, ഹോഷ്ക്ക് പറയാത്ത ദൈവം, 1000 തലമുറ വരെ പറഞ്ഞതിനെ ഓർക്കുന്നവനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. വീട് പൂട്ടി, എല്ലാ സാമാനങ്ങളുമായി. ഇവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് യാത്ര തുടങ്ങി. താക്കോൽ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മ ചോദിച്ച മറുപടി, പൗലോസേ, നീ പോകുന്ന സ്ഥലത്തെ അഡ്രസ് ഒന്ന് തരണം. ഞാൻ പറഞ്ഞു, അമ്മ അഡ്രസ് അറിയത്തില്ല. അബ്രഹാമിനോട് അറിയപ്പെടാത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞവനായ ദൈവം ഞങ്ങളോട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പോകുന്നു. നിങ്ങളെ കണ്ടെന്ന് വരാം, കണ്ടില്ലെന്ന് വരാം. മക്കളും എല്ലാ സാമാനങ്ങളും, അവിടെ വിളയാട്ട് സാമാനങ്ങൾ, പഠിത്ത പുസ്തകങ്ങൾ എല്ലാമായിട്ട് പോയി ദ്വീപിലേക്ക് ഇറങ്ങി. മൊത്തം അവശേഷിച്ചത് 5 രൂപയാണ്. ആ 5 രൂപ ഒരു നാൾ കൊണ്ട് തീർന്നു. താമസിക്കാൻ സ്ഥലമില്ല. ഒരു സ്ത്രീ ഒത്തിരി എവിടെ താമസിക്കും? റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാൽ അത് അപകടമാണ്. മദ്യപാനിനും കൊള്ളക്കാരും കൊലപാതകരും നിറഞ്ഞ ഇടമാണ്. പന്നിയും കഴുതയുമല്ല, മറ്റൊന്നില്ല. അശുദ്ധം, നാറ്റം. ആ ദ്വീപ് മീൻ വ്യാപാരമാണ്. ഒരു മീൻ കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ മീൻ പാക്ക് ചെയ്ത ഒരു ഷെഡ്, ഒരു കമ്പനി, ഒരു ചെറിയ അറ, 8 അടി നീളം 6 അടി വീതി വരും, ഞങ്ങൾക്ക് സൗകര്യമായിട്ട് തന്നു. അവർ കമ്പനി മീൻ പാക്ക് ചെയ്യുമ്പോൾ പുറത്തിറങ്ങി കൊടുക്കണം. അവർ പോയ ശേഷം അകത്തിരിക്കാം. അത് മതി, ആശ്വാസമായി. സ്തോത്രം. ആമേൻ. നാറ്റം എന്ന് പറഞ്ഞാലോ, ഭയങ്കര നാറ്റം. അവിടെ ഇരുന്നുകൊണ്ട് തമിഴ് ഭാഷ പഠിക്കും. പ്ലേ കാർഡുകൾ, അതിൽ കാർഡ്ബോർഡിൽ പേപ്പർ ഒട്ടിച്ചിട്ട് തമിഴ് വചനങ്ങൾ എഴുതി കഴുത്തിൽ തൂക്കിയിടും. ഒന്ന് ഫ്രണ്ടിലും ഒന്ന് പുറകിലും. തെരുവിൽ നടക്കും. തമിഴ് ഭാഷ അറിയത്തില്ല. ഞങ്ങൾ ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ച ദിവസങ്ങളുണ്ട്. ഞങ്ങൾ ഓടിയ ആളുകളുമുണ്ട്. ചില അറിയാവുന്ന പാട്ടുകൾ ഗ്രാമങ്ങളിൽ പോയി പാടുമ്പോൾ ആളുകൾ ഭിക്ഷക്കാശാണ് തരും. അവരോർത്ത് ഈ വയറ്റിലേക്ക് അടിച്ച് പാടുന്ന പാട്ടുകളാണ് ഞങ്ങളന്ന്. ആ കാശ് വെച്ച് കഞ്ഞി വയ്ക്കും. അല്ലാത്ത ദിവസങ്ങൾ പട്ടിണി കിടക്കും. പട്ടിണിയുടെ നാളുകൾ ആരംഭിക്കാൻ തുടങ്ങി. 1 അല്ല 2 അല്ല. കണ്ണ് തുറക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം. ഇവിടെ നിന്ന് പോയപ്പോഴത്തേ എന്റെ ഭാര്യയ്ക്ക് ബ്ലൗസ് ഊരാൻ പ്രയാസം. അവിടെ പോയതിനു ശേഷം എളുപ്പത്തിൽ ബ്ലൗസ് ഊരാം, എളുപ്പത്തിൽ ബ്ലൗസ് ഇടാം, ഒരു കഷ്ടവുമില്ലാതെ വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയായപ്പോഴത്തേക്കും സാത്താൻ പറഞ്ഞു, പൗലോസേ, എന്റെ മക്കൾ ആഹാരമില്ലാതെ മഞ്ഞവെള്ളം ഛർദ്ദിച്ച് സിമന്റിൽ കിടന്ന് കരയും ഭക്ഷണത്തിന് വേണ്ടി. ഞാൻ എന്റെ ഭാര്യ അടുത്ത് പോയി കൈവച്ച് പ്രാർത്ഥിക്കും, ദൈവമേ, നല്ല ഉറക്കം കൊടുക്കണമേ. ഈ നിന്നെ അറിയാത്ത ആളുകൾ, എന്റെ മക്കൾ പക്ഷികളുടെ കരുന്ന് കേൾക്കരുത്, നാണക്കേടാണ്.
3-4 മണിക്കൂർ നീണ്ട ഉറക്കം ദൈവം കൊടുക്കും. ഉറങ്ങെണീക്കുമ്പോൾ അടുത്ത് ചോദിക്കുന്നത്, പപ്പ എന്ന് തിരികെ വീട്ടിൽ പോകും. വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, മുടിയങ്ങ് നീണ്ടു, കയ്യിൽ കാശില്ല, അറിയാവുന്നവർ ആരുമില്ല, ഭാഷ വ്യത്യാസം, ഒരു സഭയില്ല. ഒന്നറിയാം, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വനാന്തരത്തിൽ മന്ന കൊണ്ട് പോഷിപ്പിച്ചവനായ ദൈവം, ഏലിയാവിനെ കാക്കിക്കൊണ്ട് പോഷിപ്പിച്ചവനായ ദൈവം, ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ മന്ത്രിച്ചു, പൗലോസേ നിന്റെ മക്കൾ ഒന്നൊന്നായി പിഞ്ചു പിള്ള പട്ടിണിയാൻ മരിക്കും, സ്വന്തം കൈ മാന്തി അവരെ മണൽ നീത് തന്നെ കൂച്ചിടേണ്ടി വരും, അടക്കത്തിന് പോലും ആരും മരിക്കില്ല. ഞാൻ പറഞ്ഞു, സാത്താനെ എന്റെ മക്കൾ സുവിശേഷ നിമിത്തം മരിക്കേണ്ടി വന്നാൽ ഞാൻ സേവിക്കുന്ന ദൈവം എന്റെ മക്കൾ ജീവനോട് ഉയർപ്പിക്കും. നിങ്ങൾ മരിക്കാനല്ല വന്നത്, യേശുവിന്റെ സാക്ഷിയെ ജീവിക്കാൻ വേണ്ടിയാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ആ മീൻ പാക്കിംഗ് ഷെഡിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി. എവിടെ പോകണമെന്ന് അറിയത്തില്ല. രാമേശ്വരത്തിൽ വരുന്ന ആളുകൾ ഫ്രീ ആയിട്ട് താമസിക്കുന്ന അനേക സത്രങ്ങളുണ്ട്. സത്രം എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കട്ടെ, ചുമ്മാ കിടക്കാം, കക്കൂസ് കുളിമുറി ഒന്നും കാണത്തില്ല, ഫ്രീ ആയിട്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാം കിടക്കാം. അവിടെയെങ്കിലും പോകാമെന്ന് ശ്രമിച്ചു, ആരും തരത്തില്ല സത്രം. കാരണം ഭാര്യ നിറഗർഭിണിയാണ്, ഏത് നിമിഷത്തും പ്രസവിക്കാം. എന്നാൽ ഒരു വ്യക്തി ഒരു സത്രം തന്നു 3 ദിവസത്തേക്ക്. അവിടെ ഞങ്ങൾ എല്ലാ സാമാനമായിട്ട് പോയതും ഒരാശ്വാസമായി. പ്രസവവേദന ആരംഭിച്ചു. എന്ത് ചെയ്യാനൊക്കും? ഒരു പ്രൈവസി ഇല്ല, ടോയ്ലറ്റ് ഇല്ല, ബാത്റൂം ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ ഒരു വീട് കിട്ടുന്നവരെ അങ്ങ് ദയവ് ചെയ്ത് ഒന്ന് പ്രസവത്തെ നീട്ടിത്തരണമേ. ആ സെക്കൻഡിൽ പ്രസവവേദന നിന്നു. 14 നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പ്രസവവേദന വന്നത്. ഈ സമയമായപ്പോഴത്തേക്കും ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് പണം പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട്, കെയർ ഓഫ് പോസ്റ്റ് മാസ്റ്റർ എന്ന് വെച്ച്. അതൊരു 12 കിലോമീറ്റർ അകലെയാണ്. 60 പൈസ ഉണ്ടെങ്കിൽ അന്ന് ബസ്സിൽ പോകാം. അത് കണ്ടിട്ട് നാളുകൾ എത്രയായി. ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തു. ഇത്രയും ചവിട്ടണം ബലമില്ല. എന്നാൽ പണമെന്ന് പറഞ്ഞാൽ പണവും കണ്ണു തുറക്കുമെന്നാണ്, വായ തുറക്കുമെന്നാണ്. ഏതായാലും ചിന്തിച്ചപ്പോഴത്തേക്കും അറിയാതെ തന്നെ ബലം വരികയാണ്. അത് ദ്വീപായതുകൊണ്ട് കാറ്റ് ശക്തമായി അടിക്കും. ഈ ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടിപ്പോയി 400 രൂപയുണ്ടായിരുന്നു. അത് കൈപ്പറ്റി ഉടനെ ഹോട്ടലിൽ കയറി മീൻകറി ചേർത്തൊരു ഊണം കൊണ്ടു, കണ്ണങ്ങ് തുറന്നു, ബലം വന്നു. അവിടെ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ആഹാരം പാഴ്സൽ വാങ്ങി കൊണ്ടുപോയി. അവർ ഭക്ഷിച്ച വിധം ഒരു നായ ഭക്ഷിക്കുന്നത് പോലെ അണ്ടി വീഴുകയും. ഈ പണവുമായി ഇപ്പം 400 രൂപയുണ്ട്. മനസ്സുണ്ടെങ്കിൽ തിരിച്ച് കേരളത്തിൽ വരാം. ഒന്നും നടക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. പട്ടിണിയല്ല, മറ്റൊന്നുമില്ല. എന്റെ ഭാര്യയോട് ചോദിച്ചോടി എന്ത് ചെയ്യാം? പറഞ്ഞ മറുപടി, കേരളം ജീവിക്കാൻ നല്ല സ്ഥലമാണ്, രാമേശ്വരം യേശുവിന് വേണ്ടി മരിക്കാൻ പറ്റിയ സ്ഥലമാണ്, തിരികെ പോകണ്ട, നിയമിച്ച സ്ഥലത്തിന് നീക്കാം. അവിടെ ആശ്വാസ വാക്കുകൾ എന്റെ ബലഹീനതയെ എന്നെ ബലപ്പെടുത്തി. അതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏതൊരു വീട് കൊണ്ടുപോയി നിങ്ങൾ തേടി 400 രൂപ കയ്യിലുണ്ട്, വീട് വാടകയ്ക്ക് എടുക്കാം. ഒരു ക്ഷേത്രത്തിന്റെ പുറകിൽ ഒരു വീട് പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ അവിടെ അത് തിരക്കിപ്പോയി. അതിന്റെ തൊട്ടടുത്ത അയൽവാസി പറഞ്ഞു, ഈ വീട്ടിന്റെ ഓണർ കമ്മ്യൂണിസ്റ്റ് ലീഡറാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണോ? നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, എന്നാൽ കിട്ടാൻ പ്രയാസമാണ്. ഞങ്ങൾ ചോദിച്ചു, അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അവർ പറഞ്ഞു, അദ്ദേഹമോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ചാറായി കിടക്കുകയാണ്. അപ്പൊ ഞാൻ അകത്ത് വിചാരിച്ചു, എന്നാ പിന്നെ നോ പ്രോബ്ലം, വീട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതല്ലേ നല്ല സമയം. സ്തോത്രം. നേരെ ആശുപത്രി പോയി. അദ്ദേഹത്തിന്റെ ഇന്നാസി മുത്തെന്നാണ്. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, എന്റെ ദൈവം കരുണ കാണിച്ചു, സൗഖ്യം കൊടുത്തു, അഡ്വാൻസ് റെന്റ് ഇല്ലാതെ വീട് കിട്ടി, അകത്ത് പ്രവേശിച്ചു. അന്ന് ഈ വീട്ടിലൊരു പ്രോബ്ലം. ഇതിനകത്ത് നേരത്തെ ഒരാൾ കുടിയിരിക്കുകയാണ്, താമസിക്കുകയാണ്. അയാള് കാലില്ലാത്ത ആളാണ്. ഇയാൾ പുറത്തു പോകത്തില്ല. അതിന്റെ പേര് പാമ്പെന്നാണ്. സ്തോത്രം. ഒരു വലിയ പാമ്പ്. ഞങ്ങളെ കാണുമ്പോഴത്തേക്കും പാമ്പ് തല പുറകോട്ട് വലിക്കും. ഞങ്ങൾ പാമ്പിനെ കാണുമ്പോൾ ഞങ്ങളൊന്ന് പുറകോട്ട് വലിക്കും. പാമ്പാണെന്ന് നോക്കുക. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഞങ്ങൾ ഇങ്ങനെ കഴിയുകയാണ്. ഞങ്ങളും പാമ്പും കൂടെ ഇങ്ങനെ. ഒരു നാൾ പാമ്പം ഇറങ്ങിപ്പോയി. വീട് മൊത്തമായി ഞങ്ങൾക്ക് തന്നെ കിട്ടി. അതിനായി സ്തോത്രം. ഒരു മഴ പെയ്തു, ഭയങ്കര മഴ. അവിടെ എല്ലാം ഈ വാഴികളുണ്ട്, വാഴികൾ, ദ്വാരങ്ങൾ. അതിനകത്ത് വെള്ളം ഇറങ്ങിയതും കാണാം. ഈ ഞണ്ട് പോലത്തെ വലിയ കറുത്ത തേൾ അതിനകത്ത് ഇരിക്കാൻ നോട്ടില്ല ഇറങ്ങി വരികയാണ്. അപ്പൻ
എന്ന് പറയുന്ന അമ്മ, അതിനടുത്ത് മൂത്ത സഹോദരൻ, രണ്ടാമത്തെ സഹോദരൻ, മൂന്നാമത്തെ സഹോദരി, അതിന്റെ ഭർത്താവ്, ഭർത്താവിന്റെ കുട്ടി, ഇങ്ങനെ എന്റെ മൂത്ത മകന്റെ പേര് ബലിഗ്രഹം എന്നാണ്. അവൻ ഒന്നൊന്നായിട്ട് കൊല്ലുകയാണ്. ഒരു ചതയ, ഒരു കല്ലെടുത്ത് വെച്ചു, ഒരു ചതയ. ഇളയനോട് പറയാം, നീ എന്നടാന്ന് പറഞ്ഞു. മൊത്തം എണ്ണിയപ്പോൾ മൊത്തം 96 എണ്ണം ഉണ്ടായിരുന്നു. അതിനെയും കാലിയാക്കി. ഇപ്പൊ വീട് സ്വന്തമായി. സ്വത്രം ആശ്വാസമാണ്. ആ വീട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ, കക്കൂസില്ല. ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കക്കൂസ് വെച്ച് തരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെച്ചോളി, പോകുമ്പോൾ എടുത്തുകൊണ്ടേ പോകുന്നു. എന്ത് ചെയ്യാൻ നോക്കും? സ്തോത്രം. ഏതായാലും എന്റെ ഭാര്യയ്ക്ക് വീണ്ടും പ്രസവവേദന വന്നു. ഞാൻ മിഡ്വൈഫിനെ പോയി വിളിച്ചു. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യയ്ക്ക് ബലമില്ല, കാരണം അറിയത്തില്ല, പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം, അവൾ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷനോ ആവശ്യപ്പെടും. എന്റെ ഭാര്യ പറഞ്ഞ മറുപടി, സാറയ്ക്ക് 90-ാമത്തെ വയസ്സിൽ ബലത്തെ കൊടുക്കാൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ എന്റെ ബലഹീനത എന്നെ ബലപ്പെടുത്താൻ ഈ ദൈവം മതിയായവനായ ദൈവമാണ്. ഞാൻ ആശുപത്രി വരുന്നില്ല, ഇവൾ മരിക്കുന്നത് കാണണ്ട എന്ന് പറഞ്ഞ് ഇവൾ മിഡ്വൈഫ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അല്പം കഴിഞ്ഞതും ഭാര്യയുടെ പ്രസവിക്കാനുള്ള ബലം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവിടെ ഉള്ളത്തിൽ പ്രാർത്ഥിച്ചത്, ദൈവമേ എന്നെ പരിശുദ്ധപ്പെടുത്തി നിന്നെ സ്നേഹം എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവൻ മേലിറങ്ങി. ആത്മാവൻ നിറഞ്ഞു. പ്രസവവേദന ഇല്ലാതെ കുഞ്ഞിനെ പ്രസവിച്ചു. ഈ കുഞ്ഞിനെ കരയുന്ന ശബ്ദം കേട്ട് പുറത്തുപോയ മിഡ്വൈഫ് തിരിച്ചകത്ത് വന്നു. അപ്പോഴും ഇവൾ ആത്മാവ് സംസാരിച്ചു കിടക്കുകയാണ്. ഈ സംഭവം ഒരു അത്ഭുതമായി മാറി. ഇവൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം വീട്ടിൽ പോയി അവളുടെ ഭർത്താവിനോട് അറിയിച്ചു. ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ രാമേശ്വരം കടലിൽ സ്നാന ശുശ്രൂഷയും ആരംഭിച്ചു. ഈ ദൈവം എത്ര നല്ലവനാണ്! അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു. 14 ദിവസം വരെ പാല് കൊടുക്കാൻ പാലുണ്ടായിരുന്നു. വീണ്ടും പട്ടിണി ആരംഭിച്ചു. എന്റെ ചോരക്കുഞ്ഞ് പാലിന് വേണ്ടി കരയുമ്പോൾ വെറും പച്ചവെള്ളം ബോട്ടിലടച്ച് അതിന്റെ വായിൽ വെച്ചു കൊടുത്ത് എന്റെ മകളുടെ ജീവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്തിൽ ഞങ്ങളുടെ ദർശനം ദൈവം പല ഭാഗത്ത് ആളുകൾക്ക് കൊടുത്തു. കൊച്ചറയിൽ പോൾ ഗോപാലകൃഷ്ണൻ നായർ, ക്രിസ്തുദാസ്, രാധാകൃഷ്ണൻ, തഞ്ചാവൂരിൽ പലർക്കും പെട്ടെന്ന് പോയി പൗലോസിനെ സഹായിക്കണം. പല ഭാഗത്ത് ആളുകൾ ഇങ്ങനെ വീട് തേടി വരാൻ തുടങ്ങി. പണ്ടങ്ങൾ, പലഹാരങ്ങൾ, വാട്ടുകപ്പ, അതിരസം, അച്ചപ്പങ്ങൾ പലതും വീട്ടിൽ കൊണ്ടു തന്നു. ഏലിയാവിന്റെ ദൈവം ഇന്നും ഞങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സമയത്താണ് സിലോണിൽ യുദ്ധമുണ്ടായത്. ഓരോ ദിവസവും 3000-4000 അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നു. ഏകദേശം 2 പ്രാവശ്യമായി 3 ലക്ഷം അഭയാർത്ഥികൾ ഈ ദ്വീപിനകത്ത് വന്നു. അവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കാനും അവരോട് സുവിശേഷം പറയുവാൻ എന്റെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. അനേക പുലികൾ ആടുകളായി മാറി. അവിടെ ക്യാമ്പുകളിൽ സഭകൾ സ്ഥാപിച്ചു. ഇവരെല്ലാം തിരിച്ച് സിലോണിൽ പോയപ്പോൾ അവിടെ അവർ സഭകൾ സ്ഥാപിക്കാൻ തുടങ്ങി. നമ്മുടെ ദൈവം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ തെരഞ്ഞെടുത്തത് ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാനല്ല. ആ ലഗ്യോനോട് കർത്താവ് പറഞ്ഞില്ല, നീ പോ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറഞ്ഞില്ല. നീ പോ, നിനക്ക് ദൈവം ചെയ്തത് ഒക്കെയും നിന്നെ ചാർച്ചക്കാരോട് അറിയിക്കാനുള്ള. അടുത്തേക്ക് അവന്റെ കൈക്ക് പിടിക്കണേ, ഒന്ന് പിടിക്കണേ, മുഖത്ത് നോക്കണം. ഡേറ്റ കൊണ്ടുവന്ന് അടിച്ച് ഡേറ്റ കൊണ്ടടിക്കും. ഒരാൾ ചോദിക്കണം, എന്നാണ് യേശു നിങ്ങളെ രക്ഷിച്ച സാക്ഷി ഒരാളോട് പറഞ്ഞത്? ചോദിക്കണം. വിടരുത്, വിടരുത്. പറഞ്ഞിട്ടാ മതി, പറഞ്ഞിട്ടാ മതി. പറഞ്ഞില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഔട്ട്ലെറ്റ് ഇല്ലെന്നാണ് അർത്ഥം. ശരി, എന്തില്ല, ഇല്ലറ്റേ ഉള്ളൂ. ഇനി അടുത്ത് നിങ്ങളെ അടുത്ത് കാണുന്നത്, അടുത്തിനൊരു 21 ദിവസത്തെ ഫാസ്റ്റ് പീരീഡ് അവിടെ കാണാം, ഈ ഗ്രൂപ്പിന് അവിടെ കാണാം. എന്നാൽ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ കാണുന്നത് അടുത്ത തെരുക്കളിലാണ്, വീടുകളിലാണ്, ചന്തസ്ഥലത്താണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഡാം കെട്ടുന്നു, ഔട്ട്ലെറ്റ് ഇല്ലാതെ കെട്ടിയാൽ എന്ത് ചെയ്യും? വെള്ളം നിറയുമ്പോൾ ചിലപ്പോൾ ഓവർഫ്ലോ ചെയ്യും, ചിലപ്പോൾ ഓവർഫ്ലോ ചെയ്യല്ല, ഡാമിനെ അടിച്ചുകൊണ്ടങ്ങ് പോകും. നിങ്ങൾക്ക് ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. സാക്ഷി തുടങ്ങിയതേ ഉള്ളൂ. ഈ വന്നിട്ട് ഇനി ഒരു ദിവസം വന്ന് ബാക്കി പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷം സത്യമാണ്, ഈ സുവിശേഷം സത്യമാണ്, സുവിശേഷം സത്യമാണ്. പ്രൈസ് ദി ലോർഡ്.
ധൈര്യമായി ആരുടെയും മുമ്പിൽ ലജ്ജിക്കാത്ത സാക്ഷിയായി കർത്താവ് പറഞ്ഞു, എന്നെക്കുറിച്ചും എന്റെ വചനത്തെക്കുറിച്ചും ആരെങ്കിലും വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് അവളെക്കുറിച്ച് ഞാനും പരിശുദ്ധ ദൂതന്മാരുമായി പിതാവിന്റെ മഹിമയോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. ആ ലജ്ജ അരമണിക്കൂറായിരിക്കത്തില്ല, ലജ്ജ നിത്യത വരെ ആയിരിക്കും. അതിന്റെ അർത്ഥമെന്ത്? അവൻ മുഖം കാണാൻ സാധിക്കത്തില്ല. നേരുള്ളവർ അവന്റെ മുഖം കാണും. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ പുസ്തകം വായിക്കുന്നത്, ഭൂമിയുടെ പൊടിയിൽ നിദ്ര കൊള്ളുന്നതിൽ പലരും അതിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യ നിന്ദയ്ക്കും നിത്യ ലജ്ജയ്ക്കുമായി ഉണരും. അനേകർ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ സദാകാലങ്ങളിലും അവർ പ്രകാശിക്കും. നമുക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് അവൻ നൽകാനായിട്ട് പോവുകയാണ്. നൽകൂടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അവർ മാത്രം മുന്നോട്ട് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. കരങ്ങൾ ഉയർത്തിയവർ, ഇത് പുതിയ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇനി ജീവിക്കുന്ന നാൾ നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രയാസം വന്നാലും ഞാൻ ഒന്ന് പറയട്ടെ, സാക്ഷിയുടെ വലിയൊരു സമൂഹം ഓട്ടത്തെ ഓടി തികച്ചവർ നമ്മുടെ ഇതുവരെ നിമിഷതുപോലെ ആരെങ്കിലും എന്നെ കുറിച്ചും എന്റെ വചനങ്ങളെ കുറിച്ചും വ്യഭിചാരവും പാപമുള്ള തലമുറയിൽ നാണിച്ചാൽ അവരെ കുറിച്ച് ഞാനും പിതാവിന്റെ മഹിമയോട് പരിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ ഞാൻ നാണിക്കാം. ഭൂമിയുടെ ധൂളിയിൽ നിദ്രകൊള്ളുന്നതിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ നിത്യ നന്മയ്ക്കും നിത്യ ലജ്ജയ്ക്കുമായി ഉണരും. അനേക നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങൾ പോലെ ആകാശമണ്ഡലത്തിൽ പ്രഭു പോലെയും എന്നേക്കുമായി ശോഭിക്കും. തീരുമാനമെടുക്കണം. എന്റെ സഹപ്രവർത്തകർ, എന്നോട് കൂടെ ജോലി ചെയ്യുന്നവർ, എന്റെ ഓഫീസിൽ ഉദ്യോഗമുള്ളവർ, എന്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഞാൻ വേറെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ എന്റെ മേലെയുള്ളവർ, എനിക്ക് ജോലി ചെയ്യുന്നവർ യേശുവിനെ കുറിച്ച് എല്ലാം ചെയ്യാൻ ഞാൻ പറയാൻ പോകുകയാണ്. ഈ ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മൂലമായി വരുന്ന നാളിനകം അനേക ആളുകൾ ഈ യേശുവിന്റെ സ്നേഹത്തെ കാണാൻ പോവുകയാണ്. ശേഷത്തിൽ അവസാനത്തെ തുള്ളിക്കിട്ട് വരികയും എനിക്ക് വേണ്ടി രാത്രി രണ്ട് ഹൃദയം രണ്ട് കരങ്ങൾ സുഖത്തിലേക്ക് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വായികളെ സംസാരിക്കാൻ എന്നെ സ്നേഹിച്ചതിന് നന്ദി പറയുക, എന്നെ സ്നേഹിച്ചതിന് നന്ദി പറയുക. രാത്രി എന്നെ സ്നേഹിച്ചതിന് എന്നെ സ്നേഹിച്ചതിന് എന്റെ അമ്മ എന്നെ സ്നേഹിച്ചതിന് എന്റെ പപ്പായി മമ്മി എന്നെ സ്നേഹിച്ചതിന് എന്റെ ഭാര്യ ഭർത്താവ് എന്നെ സ്നേഹിച്ചതിനെ കാണുവരെ എന്നെ സ്നേഹിച്ച